പേര് വന്നു, പുള്ളിക്കാരുടെ പേര് വന്നു. മലപ്പുറം എവിടെയാ? ഫോൺ നമ്പർ എന്ന് പറഞ്ഞ പോലെ അത് മതി. 98 95 38 51 85. അവിടെ വേറെ വല്ല ഫോൺ നമ്പർ ഉണ്ടോ കയ്യിൽ? ഉണ്ട്. അപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ പറയാനുള്ളതാ? ഓക്കെ ഓക്കെ. ലാൻഡ് ഫോൺ ഉണ്ടോ വീട്ടിൽ? എന്തുവായിരുന്നു സംഭവം? ഇവിടെ എന്തിനായിരുന്നു വന്നേ? എൻ്റെ അടുത്ത് വന്നേ എന്തിനായിരുന്നു? ഛർദിയായിട്ട്. എങ്ങനെ വന്നേ? നിങ്ങൾ എന്തിനാ നാട്ടിൽ വന്നേ? അവിടെ നീ പോരുന്ന ഇവിടെ വരുന്ന അവസ്ഥ എന്തോന്ന് പറഞ്ഞാല്? നടക്കാൻ കഴിയാതെ എത്ര ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? 12 ദിവസം ആശുപത്രി. ഏത് ആശുപത്രിയിലായിരുന്നു? എവിടെ? മലപ്പുറം ഗവൺമെന്റ്. അപ്പൊ അവരെന്താ പറഞ്ഞു? അസുഖം എന്തോന്ന് പറഞ്ഞു? അസുഖം എന്തോന്ന് പറഞ്ഞു? അവര് ലാസ്റ്റില് എൻഡോസ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി പെരിന്തൽമണ്ണ പോയതാ EMS. അപ്പോഴാണ് ഈ നിങ്ങളുടെ വിവരം പറഞ്ഞപ്പോ അത് എൻഡോസ്കോപ്പിന് പോവാതെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് വൈദ്യരടുത്ത് പോയിട്ട് എന്താ വേണമെങ്കിൽ പിന്നെ എൻഡോസ്കോപ്പ് ചെയ്യാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. പുള്ളി കഴിച്ച ഉടനെ പാപ്പാട് ഈ കയ്യില് സാപ്പാട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് പാട്ടച്ചിലായിട്ട് ഛർദിക്കണം. പിന്നെ ഇവിടെ വന്ന് 2 ദിവസം വൈദ്യുതി മരുന്ന് കഴിച്ചതിന് ശേഷം ഈ പുള്ളിക്ക് മുഖത്തൊക്കെ വിളർച്ചയായിട്ട് ആകെ അവശതയായി. ഒരു മനുഷ്യന്റെ ഇതിപ്പോ മനുഷ്യപോലെ ആയില്ലേ? ഇപ്പൊ ആഹാരം കഴിക്കാമല്ലോ, ഇപ്പൊ ഛർദിലില്ലല്ലോ, ഒന്നുമില്ലല്ലോ. എന്തുവാ രോഗമൊന്നും കണ്ടുപിടിക്കാതല്ലേ ഇത്രയും ചികിത്സിച്ചേ? എൻഡോസ്കോപ്പിയും വേണ്ടി വന്നില്ല, MRI വന്നില്ല, ഒന്നുമില്ല. വെറും അസിഡിറ്റി ആയിരുന്നു. സിമ്പിൾ. ഞാൻ അസിഡിറ്റിയുടെ മരുന്നാ തന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ നടക്കാൻ വയ്യാത്തതിന് നട്ടൽ വേദന, നടുവേദന, മുട്ടുവേദന. ഇപ്പൊ 21 ദിവസം നമ്മൾ പ്രൊജക്റ്റ് ഇട്ട് 11 ദിവസം കൊണ്ട് പോവാ. ഇനി 8 ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ മിക്കവാറുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി. ആയോ ഇല്ലയോ? അല്ല. അപ്പം ബാക്കി ഇച്ചിരി ഏതായാലും കോഴ്സ് നിങ്ങളെ വീട്ടിൽ പോയിട്ട് കംപ്ലീറ്റ് ചെയ്തോണം. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഒരു പ്രശ്നമില്ലല്ലോ. ഇത് ആരോടും പറയാമല്ലോ. ഇതിലാരോടും സംശയിക്കാതെ പറയാം. കാരണം നമുക്ക് അത്രയും ഇത് അറിയാവുന്ന പരിചയപ്പെട്ടല്ലേ. അല്ല അല്ല അലോപ്പതിക്കാർ പറയുന്ന ആയുർവേദിക് പോയാൽ ഇങ്ങോട്ട് വരുന്നില്ല പറയണേ. അത് അവർക്ക് പറയായിരുന്നു. പക്ഷെ നമുക്ക് അനുഭവം ഉണ്ടല്ലോ നമുക്ക്. അതാണ്. നിങ്ങളുടെ വന്ന് കണ്ടിട്ട് എന്തൊക്കെ തോന്നി? ഇവിടെ വന്ന് കണ്ടിട്ട് ഇപ്പൊ ഇവിടെ പല ആൾക്കാരും ഇതിൽ പല ആൾക്കാരും ഇവിടെ വന്ന് ഇത്രയും സമയത്തിനകത്ത് പല കേസ് വന്നിട്ടും അവർ സുഖമായി പോകുന്നതും കണ്ടു, വന്നതും കണ്ടു സമയത്തിനടുത്ത്. അല്ല ഈ മാത്രല്ല അല്ല ഈ പുള്ളിയാണ് അതിലുള്ളതിൽ വെച്ച് ഏറ്റവും ലോ. അതെ, ഇവളിലും കൂടുതലും ഹൈ. എവരാണ് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ സുഖമുള്ളവര്. അങ്ങനെ അങ്ങനെ പറഞ്ഞൂടെ? ഇന്നലെ ഞാനിപ്പോ കൈ കണ്ടില്ല ആളെ പിന്നെ മുറിക്കാൻ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അത് കണ്ടായിരുന്നു. ആള് കണ്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആള് കണ്ട ആള് സംസാരിച്ചു. അപ്പൊ നിസ്സാരമായിട്ട് കൈ അവർ ഡ്രസ്സിങ് ചെയ്ത രാവിലെ കഴിഞ്ഞു തുറക്കുമ്പോഴേക്ക് അത് നേരെ ഊരി ഇങ്ങോട്ട് വീഴാണ് പഴുത്തിട്ട്. അപ്പൊ അവർ പറഞ്ഞ അങ്ങനെ അപ്പൊ കാണുമ്പോ തന്നെ അറിയാം. പിന്നെ ഇവിടുത്തെ ഒരാഴ്ചക്ക് മരുന്നായപ്പോഴത്തേക്ക് ഉണക്കം ഇവിടെയൊക്കെ പൊള്ള വന്നിരുന്ന. അതെ, ഷുഗറിന്റെ ആണ്. ഷുഗറിന് ഇനി എങ്ങും വിട്ട് ഒരു കാര്യം എല്ലാവരും പറഞ്ഞേക്കണം. ഷുഗറിന് കയ്യോ കാലോ മുറിക്കേണ്ട ആവശ്യം വന്നാൽ ഒന്ന് എന്നെ കണ്ടിട്ട്, അല്ലെ എന്നെ പോലുള്ളവരോ കണ്ടിട്ട് മുറിക്കാന്ന് പറയാം. ഷുഗറിനൊന്നും മുറിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത് നെറ്റ് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ആളുകൾ ചോദിച്ചാൽ പറഞ്ഞോളല്ലോ. ഓക്കെ.